വീട്ടിലെ ഫുഡ് വേസ്റ്റുകൾ ഇടുന്ന ടാങ്ക് തുറന്നപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ ലക്ഷക്കണക്കിന് പട്ടാളപ്പുഴു അഥവാ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ ലാർവകൾ. ഇത് ശരിക്കൊരു കോൺക്രീറ്റ് ടാങ്കാണ്. എല്ലാ ദിവസവുമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഞങ്ങൾ ഈ ടാങ്കിലാണ് ഇടുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്നിവിടെ സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് വേസ്റ്റുകളൊന്നും വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് പറ്റില്ല. രണ്ടാമത് ഇതിൽ നിന്ന് നല്ല അടിപൊളി വളം ചെടികൾക്കൊക്കെ ഉള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഭക്ഷണ മാലിന്യങ്ങളിൽ പിന്നീട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഈച്ചകൾ മുട്ടയിടും. 5 തൊട്ട് 7 ദിവസം വരെയാണ് ഈ ഈച്ചകളുടെ ആയുസ്. അതിനുശേഷം മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ലാർവകൾ ഈ മാലിന്യം തിന്ന് വളരും. 20 ദിവസം വളർച്ചയെത്തുന്നതോടെ അവ ഒരു സമാധി ദശയിലാവും. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ അതിൽ നിന്ന് ഈച്ചകൾ പുറത്തു വരും. ഇണ ചേരുന്നതോടെ അതിലത്തെ ആണീച്ചകൾ ചത്തു വീഴും. മുട്ടയിട്ട് കഴിയുമ്പോൾ പെണ്ണീച്ചകളും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലാർവകൾ അത്ര നിസ്സാരക്കാരല്ല. ഈ ലാർവകളിൽ 40% പ്രോട്ടീനും 20% കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. ഈ സമാധിപൂർവ്വ ഘട്ടത്തിലെത്തുന്ന ലാർവകളെ ജീവനോടെയോ അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ചോ നമുക്ക് കോഴികൾക്കും മത്സ്യത്തിനും നൽകാം. തീറ്റച്ചെലവ് 25% ലാഭിക്കാം. ഇത് ഈച്ചകളെ പറ്റി മാത്രമാണ് കേട്ടോ.